വാങ്ങിക്കല്ലേ. അപ്പൊ കേവലം 10 കുടുംബങ്ങൾ നമ്മുടെ ഇടവകയിലെ ഏറ്റവും ചെറിയ കൂട്ടായ്മയൊന്നും അല്ല. നമുക്ക് 6 വീട് കുടുംബം മാത്രമുള്ള അൽഫോൻസ കൂട്ടായ്മയുണ്ട്. അതിൽ 6 തന്നെ 2-3 ചേച്ചിമാരുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഭാഗികമായിട്ട് ഉള്ള കുടുംബങ്ങളെന്ന് പറയാം. ആ വിധത്തിലെ വളരെ ബലഹീനമായ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന കൂട്ടായ്മകളും നമുക്കുണ്ട്. എന്നാൽ മറ്റു കൂട്ടായ്മകളോട് ചേർത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന പ്രാദേശിക അല്ലെങ്കിൽ ദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് സാധിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നു. വീട്ടില് അങ്ങനെ ഏതാനും കുടുംബങ്ങൾ മാത്രമുള്ള കുഞ്ഞു കൂട്ടായ്മയുടെ വകയിലെ ഏറ്റവും ചെറിയ കൂട്ടായ്മയായി നിലകൊള്ളുമ്പോൾ നമ്മുടേതൊക്കെ വളരെ ശക്തമായ കൂട്ടായ്മയാണ്. നമ്മൾ ചെറുതാണെന്നൊന്ന് ഓർക്കുകയോ ചെറുതാണെന്ന് അവകാശപ്പെടുകയോ വേണ്ട എന്ന് ചുരുക്കം. അവിടെ ക്രിസ്തുരാജ് കൂട്ടായ്മ നമ്മുടെ ഇടവകയ്ക്ക് അഭിമാനവും ഒപ്പം വലിയ ശക്തിയുമാണ് എന്ന് പറയുമ്പോൾ ഈശോമിശിഹായ കർത്താവും രാജാവും രക്ഷകനും ദൈവവുമായി ഏറ്റുപറയുന്ന വിശ്വാസ സമൂഹമാണ് ക്രിസ്ത്യാനികളെന്ന് അലോഷി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ക്രിസ്ത്യാനികള് നസറത്തിലെ ഈശോയെ ദൈവപുത്രനും രക്ഷകനുമായി ഏറ്റുപറയുന്നവരുടെ കൂട്ടായ്മയാണ്. ആ വിധത്തില് ഈശോയുടെ രക്ഷണീയ ദൗത്യത്തിന്റെ ഫലം അനുഭവിക്കുന്ന വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ ഒരു ഇടർച്ചയുടെയും പതനത്തിന്റെയും വ്യതിചലനത്തിന്റെയും എല്ലാം അനുഭവം ഉണ്ടായി. വളരെ പേര് വിശ്വാസം ത്യജിക്കുന്ന സാഹചര്യം ഉണ്ടായി. സമൂഹ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം കണ്ട് ഈശോമിശിഹായെ ഏക രക്ഷകനായി അംഗീകരിക്കുക എന്നത് മനുഷ്യർക്ക് എന്തോ വലിയ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന സാഹചര്യം പോലെ ഫ്രഞ്ച് സാഹിത്യകാരന്മാര് അതിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ 1925 ഇങ്ങനൊരു തിരുനാൾ ആഘോഷം മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്, ക്രിസ്തുരാജന്റെ തിരുനാള്. അതെന്തിനാന്ന് ചോദിച്ചാല് അവൻ മാത്രമേ രാജാവുള്ളൂ എന്ന് ഉറക്കെ പറയാൻ വേണ്ടി ക്രിസ്ത്യാനികളെ നിർബന്ധപൂർവം ക്ഷണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നൊരു നയമായിരുന്നു. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ എന്തു വലിയ ആഘോഷമായിരുന്നു ക്രിസ്തുരാജന്റെ തിരുനാൾ. ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഉണ്ടായിരുന്നോ ക്രിസ്തുരാജന്റെ തിരുനാളിൽ ഇങ്ങനെ വലിയ റാലിയും സമ്മേളനവും ഒക്കെ ഇല്ലേ? എന്നാലും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയായിരുന്നു. അവിടെ ക്രിസ്തുരാജന്റെ പള്ളിയായിട്ട് ആ ഭാഗത്ത് രാജാക്കാട് പള്ളിയാണ്, ഞങ്ങളുടെ ഫൊറോന പള്ളിയുമാണ്. അപ്പൊ ആ ഫൊറോന പള്ളിയിലെ ഏതാണ്ട് 18 പള്ളികൾ, ആ 18 പള്ളികളിൽ നിന്നും മുഴുവൻ ആളുകളും റാലിയായിട്ട് ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്നും പറഞ്ഞ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് റാലിയായിട്ട് രാജാക്കാട്ടിലെത്തുമ്പോൾ അതൊരു ജനസമുദ്രമായിരുന്നു. അങ്ങനെയുള്ള ആ കൊച്ചുനാളിലെ ഓർമ്മകള് ക്രിസ്തുരാജന്റെ തിരുനാളിന് തീർച്ചയായിട്ടും മനസ്സിലേക്ക് വരും. ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുമ്പോഴ് അടിസ്ഥാനപരമായി വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തില് ഈശോമിശിഹായെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞും ജീവിക്കാനുള്ള ആ കടമയും അവകാശവും ഒക്കെയാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ക്രിസ്തുരാജൻ നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ എല്ലാം നിർണായക ശക്തിയായി മാറിയിരിക്കണം എന്നുള്ള നിർബന്ധപൂർവമായ ചിന്ത. ഈശോയുടെ ഇഷ്ടം മറന്നുകൊണ്ട് ഒന്നും ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്ത ഒരു ക്രിസ്തീയ മനോഭാവം കുടുംബങ്ങളില് വളർത്തിയെടുക്കുക. ഈ ഒരു വിചാരം സഭാതലത്തില് ആസൂത്രണം ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ക്രിസ്തുരാജന്റെ തിരുനാള് സഭ ലോകമെമ്പാടും ആഘോഷിക്കണമെന്നുള്ള മാർപ്പാപ്പായുടെ ആഹ്വാനത്തോട് ബന്ധപ്പെടുത്തി
പിന്നീട് അതിന്റെ ശക്തി കുറയ്ക്കുന്നത് ക്രിസ്തുരാജന്റെ പ്രസക്തി കുറഞ്ഞതുകൊണ്ട് വന്നല്ല. നമ്മൾ എന്നും കർത്താവായ ഈശോയെ രാജാവും രക്ഷകനും ദൈവമായി ഏറ്റുപറഞ്ഞ് ജീവിക്കേണ്ടവരാണെന്നും അതിനുവേണ്ടി പ്രത്യേകമായ ഒരു തിരുനാൾ ആഘോഷം അത്ര വലിയ പ്രസക്തമായ കാര്യമല്ലെന്നും സഭയില് ഒരു വീണ്ടുവിചാരം വന്നതിന്റെ വെളിച്ചത്തിലാണ് ക്രിസ്തുരാജ ദിനത്തിന്റെ അല്ലെ തിരുനാൾ ദിനത്തിന്റെ ആ പ്രത്യേകമായ ആഘോഷ പരിപാടികൾക്കെല്ലാം മാറ്റു കുറയാനായിട്ടിടയായത്. ഇപ്പൊ നമ്മളെ ഇടവ പള്ളിയിലാണേലും പ്രത്യേകിച്ച് ക്രിസ്തുരാജന്റെ തിരുനാളിന് റാലിയോ അല്ലെങ്കിൽ പൊതുസമ്മേളനമോ ഒന്നും ചേരുന്നില്ല. അത് ഭൗതിക രാജ്യത്വത്തിന്റെ ഒരാഘോഷം പോലെ മാറുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടെ കണ്ടാണ് അതിനെ അധികം പ്രോത്സാഹിപ്പിക്കാത്തത്. ഭൗതിക രാജാവ്, അപ്പൊ ഈശോ ഒരു ദിവസത്തേക്ക് മാത്രം രാജാവായി ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ വിളിച്ചു പറഞ്ഞ് കീജയ പറഞ്ഞ് ജയ് ജയ് ക്രിസ്തുരാജൻ എന്ന് പറഞ്ഞ് പ്രഘോഷിച്ചല്ല അവിടുത്തെ രാജാവാക്കേണ്ടതെന്നും നമ്മുടെ ജീവിതത്തിലൂടെ ഈശോ മിശിഹാ രാജാവും കർത്താവുമായി സമൂഹത്തില് അംഗീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യത എപ്പോഴും എന്നും നിലനിർത്തണമെന്നുള്ള നിർബന്ധപൂർവമായ വിചാരം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നല്ല ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ക്രിസ്തുരാജ കൂട്ടായ്മ അഭിമാനപൂർവ്വം പ്രവർത്തിക്കുന്ന നല്ല കൂട്ടായ്മയാണ്. എനിക്ക് സന്തോഷമുള്ളൂ ക്രിസ്തുരാജ കൂട്ടായ്മയിലേക്ക് വരാൻ തന്നെ. നിങ്ങൾ ആ ഒരുമയുടെ സ്നേഹത്തിന്റെ അന്തരീക്ഷം നിലനിർത്തുന്നു. ആ അന്തരീക്ഷത്തിന് ഭംഗം വരാതെ എല്ലാവരും കൂട്ടായ്മയോട് ബന്ധപ്പെട്ടും കൂട്ടായ്മ യോഗങ്ങളിൽ സഹകരിച്ചും ഇതുപോലുള്ള വാർഷിക പരിപാടികളൊക്കെ ഏറ്റവും മനോഹരമായി നടത്തിയും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകണം. സഭയിൽ അല്ലെങ്കിൽ ഇടവകയിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളോട് പൊരുത്തപ്പെട്ട് സഹകരിക്കാനുള്ള നല്ല മനസ്സ് ശ്രദ്ധ എപ്പോഴും കാണിക്കണം. നമ്മൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ നമുക്ക് 20 മാസം കൂടുമ്പോൾ പള്ളിയുടെ ക്ലീനിങ് ഉണ്ട്, കൂട്ടായ്മ സമർപ്പണമുണ്ട്. 20 മാസം കൂടുമ്പോഴേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 വർഷം 2 വർഷത്തോട് അടുത്ത് വരുമ്പോഴാണ് ഒരു ദിവസം അങ്ങനെ നമുക്ക് അല്ലേ, വർഷമല്ലല്ലോ, ആഴ്ച തോറുമല്ലേ. ആഴ്ചയിലാകുമ്പം 20 5 മാസം ഇല്ല, 5 മാസം കൂടുമ്പോൾ അങ്ങനെ ഒരു നിയോഗം നമുക്ക് വരും. ആ 5 മാസത്തിനിടയിൽ കിട്ടുന്ന ആ ദിവസം നമ്മള് ഒരുമയോടുകൂടി വർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് പള്ളിയുടെ ശുചിത്വവും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് സഹകരിക്കുന്നു. കൂട്ടായ്മയിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു പ്രദക്ഷിണമായി കർത്താവിന്റെ തിരുമുമ്പിൽ നമ്മളെ സമർപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ശുശ്രൂഷ മനോഭാവങ്ങളും ആ ഹൃദയ ഐക്യത്തിന്റെ അരൂപി വിളംബരം ചെയ്യുന്ന ഒരു സംവിധാനവും ഒക്കെ അഭിമാനപൂർവ്വം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം. അതിനെല്ലാം നിങ്ങളുടെ സഹകരണവും സാന്നിധ്യവും ഒക്കെ കൂടുതൽ ഉത്സാഹപൂർവമായ പങ്കാളിത്തവും ഉറപ്പുവരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ചിലതൊന്നും അങ്ങോട്ടൊന്നും എഴുന്നള്ളാറില്ല, ശുചിയാക്കാനല്ലേ, ക്ലീനിങ്ങിന് വരാറില്ല, സമർപ്പണത്തിനെത്താറില്ല. അതൊക്കെ നമുക്ക് തിരുത്താനായിട്ടൊരു ഓർമ്മപ്പെടുത്തലിന്റെ കൂടെ അവസരമാണ് വാർഷിക ആഘോഷിക്കുന്ന സന്ദർഭം. അത് നമുക്ക് ഓർക്കുകയും തിരുത്തുന്നതിൽ നിശ്ചയിക്കുകയും ഉപരിതീഷ്ണതയോടും ഹൃദയൈക്യത്തോടും കൂടി മുന്നോട്ട് പോകുവാനായി നമുക്ക് പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യാം. നമുക്ക് ഇന്നിങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്ന സിബിനെ വിളിക്കുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. സിബിക്കും ഞാനിങ്ങനെ ടോം എന്ന് പറഞ്ഞ ഔദ്യോഗിക പേരും സിബി എന്ന് വിളിപ്പേരും സ്നേഹപൂർവ്വം നിങ്ങളല്ല ഇവിടെ ആദ്യ സിബിയെ സ്വാഗതം ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ അങ്ങനെ ഒരു പേരുണ്ടല്ലോ എന്ന് എനിക്ക് ക്ലിക്കായത്. അപ്പൊ സിബിക്കും ലൗലിക്കും പിന്നെ നമുക്ക് അലനും അനുവും 4 പേരല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളവർ അതിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കൂട്ടായ്മയുടെ ലീഡറ് വളരെ വളരെ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. സെക്രട്ടറി ഉഷാറായ എല്ലാ കാര്യങ്ങൾക്കും താല്പര്യത്തോടുകൂടി നേതൃത്വം കൊടുത്ത് എല്ലാവരെയും സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് കാണിക്കുന്ന ശ്രദ്ധയും താല്പര്യവും ഒക്കെ
സ്നേഹത്തോടും നന്ദിയോടും ഏറ്റുപറയുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി.